അപ്പോൾ നമ്മൾ കണ്ണൂരാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം അഗ്രസീവ് ചർച്ച ചെയ്യപ്പെടുന്ന ആ ജില്ലകളിലൊന്ന് അത് കണ്ണൂരാണ്. ഇവിടെ പൊടിപാറും പോരാണ്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരുകാർ എത്തിയിട്ടുണ്ട്. അവരോട് ചോദിക്കാം ആരാണ്, എന്താണ് പ്രതീക്ഷ. ചേട്ടാ എന്താണ്, ആര് ജയിക്കുമെന്നാ ഉറപ്പാണോ? എന്തുകൊണ്ടാ? വ്യക്തിപരമായിട്ട് വോട്ടുണ്ട് ആണ്, അല്ലാതെ MP എന്നുള്ള നിലയ്ക്ക് ആന്റി ഇൻകംബൻസി ഒന്നുമില്ലെന്നാ പറഞ്ഞത്. എന്തായാലും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. രണ്ടുപേരെ കുറിച്ച് പറയുന്ന പോസിറ്റീവുകളും രണ്ടുപേരെ കുറിച്ച് പറയുന്ന നെഗറ്റീവുകളും തുല്യമാണ്. പ്രവചനാതീതമാണ്. ആരും ജയിക്കാം ആണോ? ആരും ജയിക്കാവോ? അങ്ങനെയാണോ? അല്ല, ഇവിടെ പിന്നെ കെ സുധാകരൻ തന്നെ ജയിക്കും. ആണോ? MP ജയരാജൻ ജയിക്കും. എന്തുകൊണ്ടാ? എന്താ വെച്ചാൽ അവിടെ പോയിട്ട് കളക്കാനാണ് പോകുന്നതെന്ന് സുധാകരൻ ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നാളിങ്ങനെ കളക്കേണ്ട പണി ഇവിടെ എടുത്താൽ മതി, ഇവിടെ തന്നെ കളിച്ചാൽ മതി, അങ്ങ് പോയി കളക്കണ്ടല്ലോ. ജനങ്ങൾക്ക് അത് മനസ്സിലായി. അവിടെ പോയിട്ട് എന്താ കളക്കാനാണ് നിങ്ങളോട് മാധ്യമ പ്രവർത്തകരുടെ ചോദിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെല്ലോ ആയിട്ടുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ അപ്പുറം ഇരുന്നിട്ട് പോലും പത്രസമ്മേളനം പോലും നടത്താൻ മര്യാദ എന്നെല്ലാം നിങ്ങൾ കേട്ടല്ലേ? ആ വാക്കെല്ലാം നിങ്ങൾ സ്പീക്കർ മൈക്ക് ഓഫ് ആക്കാലും പറഞ്ഞില്ല. അപ്പൊ ഇത് പോയി റിലേ പോയിട്ടാവുള്ളൂ. പിന്നെ ഇവര് ജയിച്ചിട്ട് എന്താ വേണ്ട, ഇവര് ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇവിടെ മത്സരിക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ ചിഹ്നത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ചിഹ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാജ്യം പിടിച്ചെടുക്കാനും രാജ്യം തിരിച്ചു പിടിക്കാനുമുള്ള ജനാധിപത്യം തിരിച്ചു അതായത് AKG പാർലമെന്റിൽ ഉണ്ടായിട്ട് പ്രസംഗിച്ചിന്. ആ പ്രസംഗം എല്ലാവരും കേട്ടിന്. ഇപ്പൊ ആരിഫ് ഉണ്ടായപ്പോൾ ജോൺ പിട്ടാസ് ഉണ്ടായപ്പോൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഒറ്റൊരാളായാലും ആശയവും നിലപാടും കൃത്യമായി പറയാൻ ഒരാള് ചിഹ്നത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു, മറ്റൊരാള് രാജ്യം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്നു. ഈ മത്സരിക്കുന്നവർ ഒരാൾ കിളക്കാൻ പോണെന്നും പറഞ്ഞാ നിൽക്കുന്നത്. ഇപ്പൊ നമുക്കൊരു കേന്ദ്രമന്ത്രിനെയാന്ന് വേണ്ടെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിലെ ഒരാളെ ജയിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം NDA ജയിപ്പിക്കാനെന്നാണ്. സി രഘുനാഥ് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് ജയിക്കും. കാരണം റിജിൽ മാക്കുറ്റിയുടെ പാർട്ടി ഗുണ്ടാ പ്രാണിയെ കഴുത്തറിഞ്ഞ് കൊന്ന ഈ പാർട്ടിയുടെ നേതാക്കളാണ് അവിടെ മത്സരിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഗുണ്ടാ രാഷ്ട്രീയം കൊണ്ട് കണ്ണൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയ മാർക്സിസ്റ്റ് നേതാക്കളും മത്സരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നേരത്തെ വിനോദ്ജി പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഉപേക്ഷിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വന്നിട്ട് വികസനത്തിന്റെ പാതയിലൂടെ ഈ പാർട്ടി ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്.